വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും നമുക്കൊരു സെയിൽ വീഡിയോ ആണ്. നമ്മളോട് കുറേ പേര് നമ്മുടെ വിൻഗ പ്ലാന്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, അത് സെയിൽ ചെയ്യാണ്. അതിനോടൊപ്പം കുറച്ച് ചെടികൾ കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെയിൽ വീഡിയോയിലും ഒരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പറയാട്ടോ ഗിവ് അവേയിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ പേരും സൈസും വിലയും ഒക്കെ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത് ഓർഡർ ചെയ്യാനുള്ള നമ്പറും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് പിങ്ക് കളർ വിങ്കയാണ്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ആണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ. അടുത്തത് വയലറ്റ് വിങ്കയാണ്. 40 രൂപയാണ് റേറ്റ്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് കളർ വിങ്കയാണ്. കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കേട്ടോ. ഫോണിൽ അത്ര അറിയുന്നില്ല. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ്. റെഡും അതുപോലെ തന്നെ കടും മജന്തയും കൂടെ ഒരു കലർന്നൊരു കളർ. ഏത് കളറാണെന്ന് പറയാൻ അറിയുന്നില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ. ഈ ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. നമ്മൾ വിത്തിട്ട് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓരോ തണ്ടിലും പൂക്കൾ വിരിയുന്ന നമ്മുടെ പിങ്ക് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. മഴക്കാലത്തൊക്കെ നട്ട് വളർത്താൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. എപ്പോഴും പൂക്കളുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം. നെക്സ്റ്റ് വരുന്നത് മിക്കി മൗസ് പ്ലാന്റ് ആണ്. ജസ്റ്റീഷ്യ പോലെ തന്നെ ഓരോ തണ്ടിലും നിറയെ പൂക്കൾ വരുന്ന മഴക്കാലത്തും നല്ല കട്ടയ്ക്ക് വളർത്താൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നെക്സ്റ്റ് നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ട് ആണ്. നല്ല സൈസുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതാണ് സൈസ്. അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റുകളാണ്. ഇനി വരുന്നത് മെക്സിക്കൻ ഫ്ലൈൻ വൈൻ ആണ്. ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പൂക്കാൻ തുടങ്ങിയാൽ നല്ല അടിപൊളിയായിട്ട് നിറയെ പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നാടൻ ഗ്രാസ് ഓർക്കിഡ് ആണ്. വൈറ്റ് പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേര് പറയുന്നത് വെൽബറ്റ് ഫ്ലവർ എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. ബട്ട് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അടുത്ത് വരുന്നത് നല്ല നാടൻ ഗസേനിയാണ്. യെല്ലോ കളർ ഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 30 രൂപ മാത്രമാണ്. നെക്സ്റ്റ് വരുന്നത് ബുഷിയായിട്ടുള്ള ഫിലാഡൻഡ്രോൺ ആണ്. ഇത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ ഉടനെ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല ബുഷിയാക്കിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോട്ടിലേക്ക് അത് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് ബുഷിയാവാനും വളരാനും ഒന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ഇത് നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് പ്ലാന്റ് കൂട്ടിച്ചേർത്താണ് ഈ ബുഷി പോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെറും 60 രൂപയ്ക്ക് നമ്മൾ ഇത് സെറ്റാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കളർ റെയിൻ ലില്ലി ആണ്. 30 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കാർഡ്വൽ ലില്ലിയാണ്. ഇതിൻ്റെ പൂവിന് മാത്രമല്ല ലീഫിന് നല്ല പ്രത്യേക ഒരു ഭംഗിയാണ്. ഒരു ലീഫി പ്ലാന്റ് ആയിട്ടും ഇത് വളർത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ്. ഇനി നമുക്ക് നമ്മുടെ ഗിവ് അവേയുടെ പ്രൈസ് എന്താണെന്ന് നോക്കിയാലോ. അതുപോലെ എങ്ങനെ വിൻ ചെയ്യാമെന്ന് നോക്കാം. വിന്നർക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു ഹാങ്ങിങ് വിങ്കയുടെ ഒരു പ്ലാന്റ് ആയിരിക്കും. രണ്ടാമത്തെ പ്ലാന്റ് ഒരു പിങ്ക് വിങ്ക. മൂന്നാമത്തെ പ്ലാന്റ് നമ്മുടെ റെയിൻ ലില്ലിയുടെ ഒരു ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും. പിന്നെ ഒരു നാടൻ വൈറ്റ് ജമന്തി പ്ലാന്റ്. അപ്പോൾ ഈ 4 പ്ലാന്റുകളാണ് വിന്നർക്ക് കിട്ടുക. ഇനി ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നല്ലേ, ആദ്യം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. 10 മണിയുടെ ഗിവ് അവേയിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചിലരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തവരെ മാത്രമേ ഞാൻ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ഇടുമ്പോൾ ഇമോജികളല്ലാത്തൊരു കമൻറ്റ് ഇടുക. ഈ ഒരു കമൻറ്റിൽ നിന്നാണ് നമ്മൾ വിന്നറെ പിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ ചെയ്യാനുള്ള ടൈം 25 മെയ് വരെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് തിങ്കളാഴ്ച നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വെയിറ്റ് ചെയ്യൂ.